ഞങ്ങൾ ആദ്യം താമസിച്ചത് ഭയങ്കര ദൂരെയായിരുന്നു എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഒത്തിരി കിലോമീറ്റർ നടന്നു പോകണം. അന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. 18-19 വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുന്നത്. അതെ അതെ. ഇപ്പോൾ ചേട്ടായി ജോലിക്ക് കുവൈറ്റിൽ പോയിട്ടും ചേട്ടായി പഠിച്ചത് MBA ആണ്. പക്ഷേ ജോലി കിട്ടിയത് +2 ഡിഗ്രി ലെവൽ ജോലിയായിരുന്നു കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ പക്ഷേ അവൻ ആഗ്രഹിച്ച ജോലിയാണ് ചെയ്യുന്നത്. ബെൻസ് കാറിന്റെ കമ്പനിയിൽ ഇപ്പൊ മാനേജറായിട്ട് ജോലി കിട്ടി. മാനേജറായിട്ട് ജോലി ലഭിച്ചു. കരങ്ങളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ലോൺ എടുത്ത് വീട് വാങ്ങിക്കാന്ന് പറഞ്ഞാണ് ഇരുന്നത്. കാരണം ചേട്ടായിക്ക് ജോലി കിട്ടി, ആ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഒരു ജോലി മേടിക്കും. കാരണം നമുക്ക് വെച്ചിട്ട് ലോൺ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല, വീടില്ല, സ്ഥലമില്ല. അങ്ങനെ ഒരു കടബാധ്യതയോ ഒരു ലോണോ ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഒരു 1.5 ആഴ്ച ആയപ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് അതിനനുസരിച്ച് നല്ലൊരു വീടും, അതായത് തൊടുപുഴയിൽ നിന്നൊരു 10 മിനിറ്റ് പോലും ഇല്ല, തൊടുപുഴ ടൗണിൽ നിന്നൊരു 10 മിനിറ്റ് പോലും ഇല്ല, നല്ലൊരു വീടും സ്ഥലവും നമുക്ക് കിട്ടി, വാങ്ങിക്കാനിടയായി. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ചില സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പബ്ലിക് മീറ്റിങ്ങുകളിലൂടെ, നമ്മുടെ സഭകളിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ അഭിഷിക്തനായ പ്രിയ ജോൺ താരു ബ്രദറിലൂടെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നു. ആദ്യമായി നമ്മോട് സാക്ഷ്യം പറയാനായിരിക്കുന്നത് ലാലി ജോസഫ് എന്ന് പറയുന്ന ആൻറ്റിയുടെ മകളാണ്. കർത്താവ് സിസ്റ്ററിന്റെ ജീവിതത്തിലും അതുപോലെ സഹോദരന്റെ ജീവിതത്തിലും ഒക്കെ വലിയ കാര്യങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് ഭവനമില്ലാതിരുന്നു, വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തൻ്റെ സഹോദരന് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ജോലിയെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്താൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ലാലി ജോസഫ് സിസ്റ്ററിന്റെ മകളാണ്. സിസ്റ്ററിന്റെ പേരൊന്ന് പറഞ്ഞാട്ടെ. ബിബിയ എന്നാണ്. ഓക്കെ, എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ തൊടുപുഴയെന്നാ വരുന്നത്. ഇവിടെ ആദ്യം കട്ടപ്പനയിലായിരുന്നു, അപ്പൊ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്, തൊടുപുഴയിലും വരാറുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ മീറ്റിംഗിൽ വരാനിടയായത്? അത് മമ്മി ലാലി എന്ന് പറയുന്ന മമ്മിയാണ് ഇത് കണ്ടത്. ഫോണിലോ ടിവിയിലാ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പൊ അങ്ങനെ കണ്ട് വന്നപ്പോൾ മമ്മിക്ക് ഫോണില്ലായിരുന്നു. അപ്പോൾ ടിവിയിൽ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പ്രാർത്ഥനയും സൗഖ്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇതായി. അപ്പം മമ്മി ഫോണിലുണ്ടടി ഇങ്ങനെ നോക്ക് എന്നൊക്കെ പറഞ്ഞു ഫോൺ നോക്കി കുറച്ച്. അപ്പം പിന്നെ മമ്മിയുടെ പ്രാർത്ഥന ഫോൺ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് ഫോൺ കിട്ടി. ഇപ്പൊ മമ്മി ഫുള്ള് പ്രാർത്ഥനയെ തന്നെയാണ്. ഞങ്ങൾ 2 പേര്, ഞാനും ചേട്ടായും. ചേട്ടായി എന്ത് ചെയ്യുന്നു? ചേട്ടായി കുവൈറ്റിലാണ് വർക്ക് ചെയ്യാണ്. ബെൻസിന്റെ കമ്പനി, ബെൻസ് കാറിന്റെ കമ്പനിയിലാണ്. എന്നോട് സാക്ഷ്യം പറഞ്ഞത് വീടില്ലാതെ ഭാരപ്പെടുന്നു. എത്ര വർഷം വീടില്ലാതെ ഭാരപ്പെട്ടു? 18-19 വർഷമായി തോന്നി. ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടേ വാടകയ്ക്കും ഓരോ സ്ഥലവും മാറി മാറി ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാടകയ്ക്ക് പോകാനുണ്ടായ സാമ്പത്തികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആദ്യം താമസിച്ചത് ഭയങ്കര ദൂരെയായിരുന്നു. എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഒത്തിരി കിലോമീറ്റർ നടന്നു പോകണം. അന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ചേട്ടായാണെങ്കിലും കുഞ്ഞിലെ തൊട്ട് ഒരുപാട് നടന്നു വേണം പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പള്ളിയുടെ തന്നെ സ്കൂളിലേക്ക് മാറി. പിന്നെ പപ്പായും മമ്മി അങ്ങോട്ട് വന്നു, തറവാട്ടിലേക്ക്, പപ്പായുടെ തറവാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വേറെ പോവാൻ. പിന്നെ ചേട്ടായി പഠിച്ചത് കോട്ടയത്ത്, ഞാൻ പാലായി പഠിച്ചു. എത്ര വർഷം വാടകയ്ക്ക് താമസിച്ചു? 18-19 വർഷത്തോളമായി വാടകയ്ക്ക് താമസിച്ചു. അതെ അതെ. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? ഇപ്പൊ ഈ കഴിഞ്ഞപ്പോ ഒരു മാസം ആയതേ ഉള്ളൂ. അപ്പൊ ചേട്ടായി ജോലിക്ക് കുവൈറ്റിൽ പോയിട്ടും ചേട്ടായി പഠിച്ചത് MBA ആണ്. പക്ഷെ ജോലി കിട്ടിയത് +2 ഡിഗ്രി ലെവൽ ജോലിയായിരുന്നു കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിരുന്നു അവന്. കാരണം അത്രയും ആഗ്രഹിച്ച് പഠിച്ച് കഷ്ടപ്പാടിലൂടെ പഠിച്ചു വന്നതാണ്. അപ്പം ജോലിയും ചെറുതായിരുന്നു. ഇപ്പോൾ അവൻ MBA പഠിച്ച ജോലി തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നതും. സാലറി അതുപോലെ തന്നെ കൂടി. അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. അവന് അത് ഈ പ്രാർത്ഥനയെ തന്നെ പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുമായിരുന്നു. ചേട്ടായിക്ക് ഭയങ്കര വിശ്വാസമാണ് പ്രാർത്ഥനയിൽ. അപ്പം ഇപ്പം അതിൽ അനുസരിച്ചുള്ള ജോലി പോയിട്ടും ആഗ്രഹിച്ച ജോലി ആദ്യം ലഭിച്ചില്ല. ഇപ്പൊ പക്ഷേ അവൻ ആഗ്രഹിച്ച ജോലിയാണ് ചെയ്യുന്നത്. എത്ര നാളായി ജോലി ലഭിച്ചിട്ട്? ഇപ്പൊ 1-2 മാസം ആയതേ ഉള്ളൂ നല്ല ജോലി കിട്ടിയിട്ട്. അത് പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചു. 100%. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. താൻ MBA പഠിച്ചതാണ്, പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കാതെ വളരെ പ്രയാസത്തോടായിരുന്നു. കുവൈറ്റിൽ പോയിട്ടും ജോലി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ പറയുന്നത് തൻ്റെ അമ്മയുടെ വിശ്വാസം, അതുപോലെ 2 മക്കളിലും അതുണ്ടായിരുന്നു. നമ്മുടെ മീറ്റിങ്ങുകൾക്ക് കടന്നു വരികയും തുടർമാനമായി പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. പപ്പായും വന്നിട്ടുണ്ട്. കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. പ്രത്യേകിച്ച് സിസ്റ്ററിന്റെ ചേട്ടന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജോലി കുവൈറ്റിൽ നൽകി എന്നാണ് പറയുന്നത്. കരങ്ങളെ തട്ടി എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്തേ. അത്ഭുതം ചെയ്യുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സ്തുതിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്ത് കമ്പനിയിലാണ്? മാനേജറായിട്ട് ജോലി ലഭിച്ചു. കരങ്ങളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ തന്നെ സിസ്റ്റർ പറയുന്നത് ഭവനം ലഭിച്ചൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ചേട്ടായി തന്നെയാണ്
വീടും മേടിച്ചു. Okay. ഇപ്പം വീട് മേടിച്ചിട്ട് ഇപ്പം കുറച്ച് ഒരു മാസം മൈക്ക് ചേർത്ത് ആകുന്നേ പിടിച്ച്. ഒരു മാസം ആകുന്നതേ ഉള്ളൂ വീട് മേടിച്ചിട്ട്. അതൊരു വലിയ സാക്ഷി. അതാണ് ഞാൻ പറയാൻ മെയിനായിട്ടും വീട് ലഭിച്ച ഒരു കാര്യമാണ് ഞാൻ പറയേണ്ടത്. കാരണം ലോൺ എടുത്ത് വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. കാരണം ചേട്ടായിക്ക് ജോലി കിട്ടി, ആ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഒരു ജോലി മേടിക്കും. കാരണം നമുക്ക് വെച്ചിട്ട് ലോൺ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല, വീടില്ല, സ്ഥലമില്ല, അങ്ങനെ. അപ്പം ലോൺ എടുക്കാനായിട്ട് ചെന്നു. അവിടെ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളായി. എന്ന് വെച്ചാൽ ജാമ്യം നിൽക്കണം, എന്തെങ്കിലും വസ്തു ഈടാക്കണം, അങ്ങനെയൊക്കെ വന്നു. അപ്പം ലോണ് കിട്ടില്ല എന്നുള്ളൊരവസ്ഥയായി. അപ്പോഴാണ് സനൽ ബ്രദറിൻ്റെ ഒരു ലൈവ് പ്രെയർ ഞാനും മമ്മിയും ചേട്ടായി ഉണ്ടെന്ന്. ചേട്ടായി ലീവിന് വന്നേക്കുമായിരുന്നു. അപ്പോൾ ചേട്ടായി പോയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ. അപ്പം പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനും വീട്ടിലുണ്ട്. അപ്പം മമ്മി പറഞ്ഞു, ഈ പ്രെയർ നടന്നുകൊണ്ടിരിക്കുക ലൈവ്, അപ്പോൾ ഒന്ന് പ്രെയർ റിക്വസ്റ്റ് അയക്കാം, നമുക്ക് നാളെ ഇങ്ങനെ ലോണിന് പോവല്ലേ, അപ്പോൾ ലോണ് റെഡി ആവാൻ വേണ്ടി നമുക്ക് തടസ്സങ്ങളെല്ലാം ഒന്ന് മാറി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഫോണിൽ ഞാൻ അയച്ചു. അപ്പോൾ തന്നെ സനൽ ബ്രദർ വായിച്ചു, ഇങ്ങനെ ഒരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകാനിരിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സനൽ ബ്രദർ പറഞ്ഞു, ഒരു കടബാധ്യതയോ ഒരു ലോണോ ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പിറ്റേ ദിവസം ലോണിന് പോയി, ലോണ് കിട്ടിയില്ല, ക്യാൻസലായിപ്പോയി. പക്ഷെ അന്നേരം ചേട്ടായി പറഞ്ഞു, എന്നാൽ സാരമില്ല, നമുക്ക് അടുത്ത വർഷം ഞാൻ ലീവിന് വരുമ്പോൾ നമുക്ക് വീട് മേടിക്കാം, ഇതങ്ങ് പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, ഒരു 1.5 ആഴ്ച ആയപ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് അതിനനുസരിച്ച് നല്ലൊരു വീടും, അതായത് തൊടുപുഴയിൽ നിന്നൊരു 10 മിനിറ്റ് പോലും ഇല്ല, തൊടുപുഴ ടൗണിൽ നിന്നൊരു 10 മിനിറ്റ് പോലും ഇല്ല, നല്ലൊരു വീടും സ്ഥലവും നമുക്ക് കിട്ടി, വാങ്ങിക്കാനിടയായി. ഈ ആഴ്ച തന്നെ അങ്ങോട്ട് താമസം മാറും. കൈകളടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. 18-19 വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇരുന്നു. സിസ്റ്റർ പറയുന്നത് ലോണിന്റെ വഴികളെല്ലാം പരിശ്രമിച്ചു നോക്കി, എന്നാൽ എന്തെങ്കിലും കാരണത്താൽ അത് മുടങ്ങിപ്പോവും. അങ്ങനെ വീട് ലഭിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മിറക്കിൾസ് ആർ നോർമലിൽ ലൈവിൽ നമുക്ക് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ദൈവദാസന്മാർ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് സിസ്റ്റർ പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ഭവനം വസ്തുവോടുകൂടി അവർക്ക് വാങ്ങാൻ സാധിച്ചു. ദൈവം അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തു. കരങ്ങൾ അടിച്ച് എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാമ്പത്തികമായ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഈ ഫാമിലിക്ക് ഉണ്ടായത്. സഹോദരന്റെ പേരെന്തായിരുന്നു? ബിബിൻ ജോസഫ്. ഓക്കെ, ബിബിൻ ജോസഫിന്റെ ജീവിതത്തിലും സിസ്റ്ററിന്റെ ജീവിതത്തിലും പ്രിയ പപ്പയുടെയും അമ്മയുടെയും ജീവിതത്തിലും കർത്താവ് വലിയ കാര്യം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ഭവനവും അതുപോലെ കുവൈറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയും മാനേജർ പോസ്റ്റിൽ തന്നെ ലഭിക്കത്തക്കവണ്ണം കർത്താവ് ഒരു അത്ഭുതം ചെയ്തു എന്നാണ് പറയുന്നത്. സിസ്റ്റർ എന്ന് പറയുന്നത് ഇതെല്ലാം പ്രാർത്ഥനയുടെ ഫലമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒത്തിരി പരിശ്രമിച്ചു നോക്കിയല്ലോ. കാരണം അദ്ദേഹം ജോലിപരമായി നോക്കി, ബാങ്കിൽ നോക്കി, ലോൺ നോക്കി, അതൊന്നും നടന്നില്ല. പ്രാർത്ഥനയുടെ റിസൾട്ട് ആണത്. അതും ചേട്ടായി ലീവ് കഴിഞ്ഞ് പോകാനിരിക്കുന്നതിന്റെ 2-3 ദിവസം മുന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം റെഡിയായി വന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് ചേട്ടായി പോയത്. അതിന്റെ ഇടയ്ക്കാണ് സിസ്റ്റർ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്നത് അല്ലേ? കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. മീറ്റിംഗിൽ വരുമ്പോൾ ഉള്ള സിസ്റ്റർ അനുഭവങ്ങളൊക്കെ എന്താ? അയ്യോ, എനിക്ക് ഇത് കൂടാതെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാർത്ഥനയുടെ കാര്യങ്ങളാണേലും എല്ലാം, രോഗങ്ങൾ, സൗഖ്യം എല്ലാം. മമ്മിക്കൊക്കെ ആണെങ്കിൽ ചങ്കിനും വയറിനൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അതുപോലെ ചേട്ടായിക്ക് തന്നെ മൂക്കിൻ്റെയും അതുപോലെ പ്രശ്നങ്ങളൊക്കെ മാറി. അതൊക്കെ ഒരുപാട് സാക്ഷി. ഇത് വലിയൊരു സാക്ഷിയായിട്ട് എനിക്ക് പറയാന്ന് പറഞ്ഞാൽ വീട് വാങ്ങിയതാണ്. നമ്മൾ വിചാരിച്ചു പോലും ഇല്ല ഇത്ര പെട്ടെന്ന് ഇതെല്ലാം റെഡിയായി വരും. ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മമ്മിക്ക് വയറിന്റെ പ്രയാസങ്ങളും നെഞ്ചിനുള്ള പ്രയാസങ്ങളൊക്കെ മാറി. അതുപോലെ ചേട്ടന് മൂക്കിൽ ദശ വളരുന്ന പോലെ പിടിച്ചപ്പോ തന്നെ അതിന്റെ പിടിച്ചപ്പോ തന്നെ അത് സൗഖ്യം. അത് എറണാകുളത്ത് വെച്ചിട്ട് ഇതുപോലെ മീറ്റിംഗില്. ഓക്കെ, കൈകൾ അടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറയാം. രോഗസൗഖ്യങ്ങൾ ഉണ്ടായി. എന്നാൽ പ്രധാനമായും പറയുന്നത് ഭവനം ലഭിച്ച ഒരു മേജർ മിറാക്കിൾ ആണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്ന് ലൈവിൽ ശ്രദ്ധിക്കുന്നവർ, ഈ ഹാളിൽ ശ്രദ്ധിക്കുന്നവർ വിശ്വസിച്ചാട്ടെ. ഇന്ന് അസാധാരണമായ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുക. ഈ സിസ്റ്ററിന് വേണ്ടി, ബിബിൻ സിസ്റ്ററും ബിബിയ അല്ലെ, സിസ്റ്ററിന് വേണ്ടിയിട്ടും അതുപോലെ ബിബിൻ ബ്രദറിന് വേണ്ടിയിട്ടും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വലുതാണ്. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യാൻ മതിയായവനാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെല്ലാം ചേർന്ന് കരങ്ങൾ അടിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.